അങ്ങനെ നമ്മുടെ അഞ്ചു ഓടി കിതച്ച് വരികയാണ്. അപ്പച്ചി എന്നെ കൂടി കൊണ്ടുപോണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മച്ചി പറയണേ, അപ്പച്ചിയോ? ആരാടി നിൻ്റെ അപ്പച്ചി? ദേ ജോഡി പൊരുത്തം നോക്കി നീ അമ്മ അങ്ങോട്ട് വിട്ടിരിക്കുന്നവളെ, പൊയ്ക്കോളണോ ഇവിടുന്ന്? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നീ എന്നെ അങ്ങനെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി അമ്മച്ചി ആടി തകർക്കുകയാണ്. അങ്ങനെ അവർ സംസാരിക്കുന്നതിന് ഒരു പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട്. ആ കാരണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ദേവി അണിഞ്ഞൊരുങ്ങി അതിസുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. നല്ല പിസ്ത പച്ച കളറിലുള്ള സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലൻ ഇങ്ങനെ നമ്മുടെ ദേവിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ കണ്ണൻ പറയാണ്, ഇപ്പം വല്യേട്ടത്തെ കണ്ടാലുണ്ടല്ലോ, കേരള ബ്യൂട്ടി കോൺടെസ്റ്റിൽ മത്സരിക്കാൻ നിന്നാലുണ്ടല്ലോ ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവി പറയാണ്, കളിയാക്കാതിട കണ്ണ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കണ്ണൻ പറയാണ്, കണ്ടില്ലേ വല്യേട്ടൻ തന്നെ വായും പൊളിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ബാലൻ പറയും, എടാ മര്യാദയ്ക്ക് സംസാരിച്ചാലുണ്ടല്ലോ മേടിക്കും നീ എൻ്റെ കയ്യിൽ നിന്ന്, നിനക്കിത്തിരി കൂടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മച്ചി പറയാണ്, എൻ്റെ ബാല, നീ അവനോട് എപ്പോഴും മേടിക്കും എന്ന് പറയുന്നതല്ലാതെ നീ അവനെ ഇന്നേ വരെ തല്ലിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനറിയാം നീ അവനെ തല്ലില്ലെന്ന്. അതുകൊണ്ട് തന്നെ ചെറുക്കൻ ഇങ്ങനെ കിടന്ന് നെകളിക്കുന്നത് എന്ന് പറയുകയാണ് നമ്മുടെ ലക്ഷ്മി അമ്മച്ചി. അപ്പോഴത്തേക്കിനും നമ്മുടെ ലക്ഷ്മി അമ്മ ചോദിക്കണം, അയ്യോ മോളെന്താ തലയിൽ പൂ വയ്ക്കാഞ്ഞേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവി പറഞ്ഞു, അയ്യോ അമ്മ ഞാനതങ്ങ് മറന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഹരി പറയാണ്, ഞാൻ പോയി എടുത്തിട്ട് വരാം ഏട്ടത്തി. മോനെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. ശരി ഏട്ടത്തി, ഇതാ ഇപ്പോൾ വരാം. അങ്ങനെ നമ്മുടെ ഹരി അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹരി തിരിച്ച് വരികയാണ്. കയ്യിൽ പൂവൊക്കെ ഉണ്ട്, പൂമാലയുണ്ട്. അതിനുശേഷം ഹരി പൂമാല കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് പറയണേ, ഇതാ ഏട്ടത്തി, എന്താ സ്ലൈഡും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ ദേവി ചോദിക്കണം, നീ സ്ലൈഡും എടുത്തിരുന്നോടാ? അതേ ഏട്ടത്തി, സ്ലൈഡില്ലാതെ പൂ കുത്താൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ പൂ മേടിച്ചിട്ട് നമ്മുടെ ദേവി ഇങ്ങനെ മുടിയിൽ വെക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെ വച്ചിട്ട് നമ്മുടെ ബാലൻ അത് ഇഷ്ടമാവുന്നില്ല. ബാലൻ പറയണേ, എൻ്റെ ദേവി ഇങ്ങനെയാണോ പൂ വയ്ക്കുന്നത്? ഒന്ന് ചരിഞ്ഞ് കുറച്ചുകൂടി താഴോട്ട് ഇറക്കി അങ്ങനെയൊക്കെ പറയുകയാണ് നമ്മുടെ ബാലൻ. അതിനുശേഷം ബാലൻ പറയണം, അത് പിന്നെ എങ്ങനാ, എന്തിനെങ്കിലും സമയം കിട്ടുമോ? കൂട്ടിലിട്ട വെരുകിനെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടത്തുകയല്ലേ തനിക്ക് ജോലി, പിന്നെ എങ്ങനെയാ വല്ലത് നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ബാലൻ പറയാണ്, ഒരു കാര്യം ചെയ്യ്, നീ അകത്തേക്ക് ചെല്ല്, അവിടെ സേതുവിന് കൊടുക്കാനായിട്ടേ ഞാനൊരു ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടുണ്ട്, അതിങ്ങെടുത്തിട്ട് വാ എന്ന് പറയുകയാണ്. അപ്പോൾ ദേവി ചോദിക്കുകയാണ്, ഏത് ഡോക്യുമെൻറ്റ്സ്? അതെ, ഇന്നലെ രാത്രിയിൽ ഞാൻ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങ് എടുത്തിട്ട് വാ, അലമാരിയിൽ ഇരിപ്പുണ്ട് എങ്ങനെ പറയാണ്. അപ്പോൾ ദേവി പെട്ടെന്ന് ആലോചിക്കുകയാണ്, ഇല്ല ബാലേട്ടൻ ഇന്നലെ എനിക്ക് ഒന്നും കൊണ്ടു തന്നിട്ടില്ല. തന്നു, ദേവി മറന്നതാ, ദേ വാ ഞാൻ എടുത്തു തരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ബാലൻ കൂടെ ചെല്ലുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മച്ചിക്കും കണ്ണനും ഹരിക്കും ഒക്കെ കാര്യം മനസ്സിലായി. കാര്യം മറ്റൊന്നിനുമല്ല, ബാലൻ ദേവിയുടെ മുടിയിൽ പൂവ് ശരിക്ക് ചൂടി കൊടുക്കാനായിട്ട് പോയാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുകയാണ്. അങ്ങനെ അവരെല്ലാവരും പരസ്പരം നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ ബാലൻ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ദേവി ചോദിക്കുകയാണ്, എന്താ ബാലേട്ടാ ഈ പറയുന്നത്? ബാലേട്ടൻ ഇന്നലെ എന്ത് ഡോക്യുമെൻറ്റ്സാണ് എൻ്റെ കൊണ്ട് തന്നത്? ദേ ഡോക്യുമെൻറ്റ്സ് അല്ലേ തൻ്റെ കയ്യിലിരിക്കുന്നത്. എന്ത്? ദേ ഈ പൂവ് ഇത് തന്നെയാടോ? തനിക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇങ്ങനെ മുടിയിൽ പൂ ചൂടിക്കാനല്ലേ ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് ബാലൻ പൂവ് മേടിച്ചിട്ട് ദേവിയുടെ മുടിയിൽ ചൂടി കൊടുക്കുകയാണ്. അതിനുശേഷം ബാലൻ പറയണ, ഇപ്പം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് ബാലേട്ടാ, ബാലേട്ടിന് പൂവൊക്കെ നന്നായിട്ട് ചൂടിക്കാൻ അറിയാം. ഇപ്പോഴല്ലേ എൻ്റെ ദേവി ശരിക്കും ശ്രീദേവി ആയത് എന്നിങ്ങനെ പറയുകയാണ് ബാലൻ. അപ്പോൾ ദേവി പറയാണ്, കളിയാക്കല്ലേ ബാലേട്ടാ, എന്നാ വാ, സമയം താമസിച്ചു എന്ന് പറഞ്ഞിട്ട് ബാലൻ ദേവിയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. വരുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ ചോദിക്കുകയാണ്, അല്ല വല്യേട്ട തീരെയും വല്യേട്ടൻ്റെയും കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണുന്നില്ലല്ലോ. എന്തോ ഡോക്യുമെൻറ്റ്സ് എടുക്കണമെന്ന് പറഞ്ഞല്ലേ രണ്ടാളും പെട്ടെന്ന് അകത്തേക്ക് പോയത്?
അപ്പോൾ ബാലൻ പെട്ടെന്ന് പറയണ അത് ഡോക്യുമെൻറ്റ്സ് കണ്ടില്ല, ആ ഡോക്യുമെൻറ്റ്സ് ഇന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ തന്നെ കൊടുത്താലും മതിയാവും എന്നിങ്ങനെ പറയുമ്പോൾ ദേവി ഇങ്ങനെ കാണിക്കുകയാണ്, ഇതാണ് എന്ന് പറഞ്ഞിട്ട് പൂവ് ഇങ്ങനെ തൊട്ട് കാണിക്കുകയാണ് നമ്മുടെ കണ്ണനെയും ഹരിയെയും. അങ്ങനെ നമ്മുടെ കണ്ണനെയും ഹരിയും അതുപോലെ നമ്മുടെ ലക്ഷ്മി അമ്മച്ചിയും കൂടി ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കണ്ണൻ പറയണം, ഞങ്ങൾക്ക് മനസ്സിലായി, വല്യേട്ടത്തി പൂജ കുടിക്കാനായിട്ട് കൊണ്ടുപോയതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ബാലൻ പറയണം, എടാ മിണ്ടാതിരിക്കടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് വണ്ടി വരികയാണ്, പോകാനുള്ള കാറ് വരികയാണ്. അപ്പോൾ ബാലൻ പറയാണ്, ആ കാറ് വന്നല്ലോ, പെട്ടെന്ന് ദേവി ഇപ്പം തന്നെ ഒരുപാട് താമസിച്ചു, ഇനി താൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കി നിന്നിട്ട് ഉള്ള സമയം കൂടി വേസ്റ്റാക്കാതെ പെട്ടെന്ന് വന്ന് വണ്ടി കയറാൻ നോക്ക്, ആ വീടൊക്കെ ആ മുൻവശത്തെ വാതിൽ പൂട്ടി താക്കോലെടുക്കടാ ഹരി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അപ്പോൾ അവർ ഇറങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ അഞ്ചു ഓടി കിതച്ച് വരികയാണ്. ഓട്ടം ഓടി ആകെ അവശയായിട്ട് നമ്മുടെ അഞ്ചു വരികയാണ്. ശരിക്കും ശ്വാസം പോലും മുട്ടുന്ന അവസ്ഥയിലാണ് നമ്മുടെ അഞ്ചു. വന്ന പാടെ വണ്ടിയിൽ കാറിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ താങ്ങി ഇങ്ങനെ നിന്നിട്ട് അഞ്ചു ഇങ്ങനെ കിതയ്ക്കുകയാണ് നമ്മുടെ അഞ്ചു. ശരിക്കും ശ്വാസം എടുക്കാൻ പോലും അഞ്ചുവിന് പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ദേവി അടുത്ത് നിന്നിട്ട് ചോദിക്കണേ, എന്താടി അഞ്ചു നിനക്ക് പറ്റിയത്, നീ എന്താ നിന്ന് കിതയ്ക്കുന്നത്, നീ ഓടിയല്ലോ, എന്താ നിന്നെ വല്ല പട്ടിയും ഓടിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അഞ്ചു പറയണം, എൻ്റെ ദേവിയേച്ചി ഞാൻ ഇച്ചിരി ഒന്ന് നിന്നോട്ടെ എന്ന് പറയുകയാണ് നമ്മുടെ അഞ്ചു. അതിനുശേഷം അഞ്ചു പറയണം, ദേവേച്ചി സുഭദ്രാമ്മച്ചിയുടെ പിറന്നാളിന് പോകാനായിട്ട് ഞാൻ ഒരുങ്ങി റെഡിയായതായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് അനാവശ്യമായിട്ട് ഭയങ്കര വാശി, അമ്മ എന്നെ കൊണ്ടുപോയില്ല ദേവേച്ചി, എനിക്ക് നല്ല സങ്കടമായി, ഞാനൊപ്പം വരാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയതായിരുന്നു, എന്നെ പ്രത്യേകം ക്ഷണിച്ചതായിരുന്നു ജയന്തിയേച്ചി, പക്ഷേ എന്നെ അമ്മ കൊണ്ടുപോയില്ല, അതുകൊണ്ട് ഇവിടെ എല്ലാവരും പോകുന്നത് എനിക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് വരാനാണ് ഞാൻ പെട്ടെന്ന് ഓടി കിതച്ച് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ദേവിക്ക് അത് കേൾക്കുമ്പോൾ വിഷമാവുകയാണ്. പക്ഷേ ലക്ഷ്മി അമ്മ അപ്പം തന്നെ പറയുകയാണ്, കണ്ടില്ലേ ഇവളുടെ അമ്മ മോശക്കാരിയൊന്നും അല്ല, ശങ്കരനെയും കൂട്ടി അവൾ താനേ അങ്ങ് പോയി, എന്നിട്ട് മോളെ നൈസിന് ജോഡിപ്പൊരുത്തം തീർക്കാനായിട്ട് ഇങ്ങോട്ടങ്ങ് വിട്ടിരിക്കുന്നു, ഇവിടെ ഉണ്ടല്ലോ 3 ആൺകുട്ടികൾ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അഞ്ജുവിന് നല്ല സങ്കടമാവുകയാണ്. എന്നിട്ട് പറയണം, ദേ ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് പൊയ്ക്കോണം, എൻ്റെ മുറ്റത്ത് കാലെടുത്ത് കുത്താൻ നിന്നോട് ആരാടി പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ലക്ഷ്മി അമ്മ. അപ്പം നമ്മുടെ അഞ്ചു അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അപ്പച്ചി എന്തിനാ അപ്പച്ചി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് ഞാൻ എന്ത് പിഴച്ചു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പച്ചി, ഞാനൊരു പാവമല്ലേ അപ്പച്ചി എന്നിങ്ങനെ പറയുകയാണ് അഞ്ചു. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ലക്ഷ്മി അമ്മ പറയണു, ഒരു പാവം വന്നിരിക്കുന്നു, ഈ പാവങ്ങളെ ഒറ്റ എണ്ണത്തിന് ഈ വളപ്പിൽ കയറെടുത്തെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ, ദേ ഞാൻ നിൻ്റെ അപ്പച്ചിയൊന്നുമല്ല, മേലാൽ എൻ്റെ മുഖത്ത് നോക്കി നീ അപ്പച്ചിന്ന് അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറിയേക്കും, പൊയ്ക്കോണം ഇവിടെ നിന്ന് ഇറങ്ങി, ഇപ്പം തന്നെ പൊയ്ക്കോണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അഞ്ചു വന്നിട്ട് തേരട്ടെ കണക്ക് പിടിച്ചിരിക്കുകയാണ് അഞ്ചു നമ്മുടെ ദേവിയുടെ അടുത്ത് വന്നിട്ട്, ദേവിയേച്ചി പ്ലീസ് ദേവിയേച്ചി എന്നെ കൂടി കൊണ്ടുപോ ദേവിയേച്ചി, ഞാൻ അഞ്ചൂട്ടിയല്ലേ സംസാരിക്കുന്നത്, അഞ്ചൂട്ടിയല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കെഞ്ചിയാണ് നമ്മുടെ ദേവി. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദേവി വന്നിട്ട് ലക്ഷ്മി അമ്മയോട് പറയണം, അമ്മേ അവളും കൂടി വന്നോട്ടെ അമ്മേ, അവൾ വണ്ടിയിൽ ഇരുന്നോട്ടെ, നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവുമല്ലേ എന്നിങ്ങനെ പറയണം. ആ കൊണ്ടുവയ്ക്കോ, നിങ്ങൾ കൊണ്ടുവയ്ക്കോ, എനിക്കതിൽ ഒരു വിരോധമില്ല, പക്ഷേ ഞാൻ വരുന്നില്ല എന്നിങ്ങനെ ലക്ഷ്മി അമ്മ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ബാലൻ വന്നിട്ട് അഞ്ജുവിനോട് പറയണം, അഞ്ജു എന്തായാലും നിൻ്റെ അമ്മ നിന്നെ കൊണ്ടുപോവാതെ പോയ സ്ഥിതിക്ക് ഞങ്ങൾ നിന്നെ കൊണ്ടുവരുന്നത് ശരിയല്ല, നിൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ, അത് ഒരു നല്ലൊരു ചടങ്ങ് നടക്കുന്ന വീടാണ്, അവിടെ നിന്നെ ഞങ്ങൾ കൊണ്ടുവരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിൻ്റെ അമ്മ ബഹളം വയ്ക്കും, പിന്നെ അവിടെ കൂടി വന്നവർക്കും എല്ലാവർക്കും നാണക്കേടും വിഷമമാവും, എന്തിനാ നമ്മളായിട്ട് വെറുതെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, അഞ്ചു വരണ്ട എന്നിങ്ങനെ പറയാണ്. വല്യേട്ടാ പ്ലീസ് വല്യേട്ടാ ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ വല്യേട്ടാ, പിന്നെ എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ ദേവി പറയുകയാണ്, ബാലേട്ട അവളും കൂടി പോന്നോട്ടെ ബാലേട്ട, ദേവി ഇനി കൂടുതൽ സംസാരിക്കണ്ട, ദേവി പെട്ടെന്ന് പോയി വണ്ടിയിൽ കയറ്, കയറ് ഹരി
അമ്മയെ വണ്ടിയിൽ കയറ്റ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഹരി അമ്മയെ വണ്ടിയിൽ കയറ്റുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദേവിയെ ബാലൻ നിർബന്ധിച്ച് അങ്ങനെ ദേവി വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഹരി പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഹരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അഞ്ചു പറയണം, ഹരിയേട്ടാ പ്ലീസ് ഹരിയേട്ടാ ഞാനോട് വരട്ടെ ഹരിയേട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ ഹരി അത് മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്യാതെ കയറിയിട്ട് പോവുകയാണ്. അങ്ങനെ വണ്ടി മുന്നോട്ട് വിടുകയാണ്. അപ്പോൾ ആ സമയത്തിന് വണ്ടി മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഹരി തിരിഞ്ഞു നിന്നിങ്ങനെ അഞ്ജുവിനെ 2-3 തവണ പുറത്തോട്ട് തലയിട്ട് നോക്കുകയാണ്. അങ്ങനെ അഞ്ജുവിന് ആകെ വിഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് തിരികെ വരികയാണ്. അപ്പോൾ ആ സമയത്തിനാണെങ്കിൽ അവിടെ ഈ പിറന്നാൾ നടക്കുന്ന വീടാണ് പിന്നീട് കാണിക്കുന്നത്. നമ്മുടെ സേതു ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയാണ്. നമ്മുടെ ദേവിയും അതേ കണക്ക് തന്നെ നമ്മുടെ ചങ്ങാതിയായ നമ്മുടെ ബാലനും വരുന്നത് നോക്കിയിട്ട് ഇങ്ങനെ സേതു നടക്കുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുഭദ്രാമ്മച്ചി അങ്ങോട്ട് ചെല്ലുകയാണ്, ദേവിയുടെ അമ്മ സുഭദ്രാമ്മ. അങ്ങനെ അമ്മ ചെന്നിട്ട് പറയുകയാണ്, എടാ സേതു ഇത്രയും നേരമായിട്ട് അവരെ കണ്ടില്ലല്ലോ. പെങ്ങളെ ഉറ്റ ചങ്ങാതിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതാ, അവളുടെ ജീവിതം നല്ല രീതിയിൽ വരുമെന്ന് കരുതിയിട്ട്. ഇപ്പം കണ്ടില്ലേ, അവൾക്ക് നേരെ ചൊവ്വയെ സ്വന്തം വീട്ടിൽ പോലും ഒരു കാര്യത്തിന് വരാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയല്ലേ. കഴുതയെ കണക്ക് കിടന്ന് പണിയെടുക്കുക എൻ്റെ മോള് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് സേതു പറയാണ്, അതിന് ദേവിക്ക് അവിടെ ഒന്നിനും ഒരു കുറവും ഇല്ലല്ലോ അമ്മേ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ മറ്റ് ഏത് വീട്ടിൽ അവളെ വിവാഹം കഴിച്ച് അയച്ചിരുന്നെങ്കിലും ഇത്രയും നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടുമായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് സേതു. പിന്നീട് അവളുടെ അനിയന്മാരെന്ന് പറഞ്ഞാൽ അവളെ ശരിക്കും അമ്മയെ പോലെ കരുതുന്നത്. വേറെ വല്ല വീട്ടിലും ആണെങ്കിൽ ഇത് വല്ലത് നടക്കും അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അമ്മയെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ സേതു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി അമ്മയെ അവരൊക്കെ വണ്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഭദ്രാമ്മയുടെ അടുത്തേക്ക് നേരെ വരികയാണ് ജയന്തി എന്ന് പറയുന്നത് നമ്മുടെ സേതുവിൻ്റെ ഭാര്യയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നാത്തൂനാണ് ദേവിയുടെ. പുള്ളിക്കാരത്തേക്ക് ദേവിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പരമാവധി ദേവിയെ ഏതെങ്കിലും രീതിയിലൊക്കെ അധിക്ഷേപിക്കുക, ബുദ്ധിമുട്ടിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജയന്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജയന്തി എന്ത് ചെയ്തെന്നോ, നമ്മുടെ ജയന്തി നേരെ വരികയാണ്, നമ്മുടെ സേതുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. വന്നിട്ട് പറയുകയാണ്, ഇത്രയും നേരമായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ നിങ്ങൾക്കാർക്കും തോന്നുന്നില്ലല്ലോ. എത്ര നേരമായി എന്നറിയാമോ ഈ വീട്ടിൽ മറ്റുള്ള ഗസ്റ്റുകൾ വന്നിട്ട് ഇങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്യുന്നത് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ അമ്മ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ എത്തിയതാ. വയ്യാത്ത അച്ഛനെ ഒറ്റയ്ക്ക് കളഞ്ഞിട്ടാ എൻ്റെ അമ്മ വന്നത്. പക്ഷേ നിങ്ങളുടെ സ്വന്തം പെങ്ങൾക്ക് ഈ സമയമായിട്ടും ഈ വീട് വരെ എത്താനുള്ള സമയം കിട്ടിയില്ലല്ലോ. ഈ അമ്പഴത്തറയെന്ന് പറയുന്നത് വിദേശത്തൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജയന്തി കുത്തുവാക്കുകൾ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സുഭദ്രാമ്മ പറയുകയാണ്, ജയന്തി ഇന്നത്തെ ദിവസമെങ്കിലും നീ വെറുതെ സേതുവിനെ ശുണ്ടി പിടിപ്പിക്കാതിരുന്നൂടെ നിനക്ക്? നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ദേവിയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിനക്കറിയില്ലേ ആ വീട്ടിൽ മറ്റാരുമില്ല ഒന്നിനെന്ന്. അവൾ ഒറ്റൊരുത്തി മാത്രമല്ലേ ഉള്ളൂ എല്ലാം ഒതുക്കി വെക്കാൻ. അതിനുശേഷമല്ലേ അവൾക്ക് വരാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ അവസ്ഥ അല്ലല്ലോ അവൾക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജയന്തി പറയുകയാണ്, ഓഹോ അത് ശരിയാ, മറ്റുള്ളവരുടെ അവസ്ഥയൊന്നും അല്ല അവൾക്ക്. അവൾ വലിയ മുതലാളിച്ചയല്ലേ, കൃഷ്ണ സ്റ്റോഴ്സ് മുതലാളിയുടെ ഭാര്യയല്ലേ അവള്. അപ്പോൾ ആ ഒരു പളവൊക്കെ അവൾക്ക് കാണുമല്ലോ. നമ്മൾ ബാക്കിയുള്ളവർ അവളെ പ്രതീക്ഷിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജയന്തി. അപ്പോൾ നമ്മുടെ സേതു പറയാണ്, ജയന്തി നീ ഒന്ന് വാ അടച്ചു വെക്കുന്നുണ്ടോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നേരെ ജയന്തിയുടെ അമ്മ ഇന്ദിര അങ്ങോട്ടേക്ക് വരികയാണ്. ഇന്ദിര വന്നിട്ട് പറയുകയാണ്, സേതു നീ വെറുതെ അവളോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇത്ര നേരമായില്ലേ, ഇത്രയും നേരമായിട്ട് സുഭദ്രാമ്മയുടെ സ്വന്തം മകളല്ലേ ദേവി, ഈ നേരമായിട്ട് അവൾക്ക് വരാൻ തോന്നിയില്ലല്ലോ. ഈ കൂടിക്കിടക്കുന്ന ജനങ്ങളൊക്കെ അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സേതു പറയാണ്, എൻ്റെ പെങ്ങളാണ്, എൻ്റെ ഒരേ ഒരു പെങ്ങളാണ് ദേവി. അവളും അവളുടെ ഭർത്താവും വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ വെയിറ്റ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പൊയ്ക്കോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സാവിത്രിയമ്മായി വരികയാണ്. അപ്പോൾ ആ സമയത്തിന് ജയന്തി ഇങ്ങനെ നാക്കിട്ട് അലച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സാവിത്രിയമ്മായിയും അതുപോലെ തന്നെ ശങ്കരമ്മാവനും വരികയാണ്. സാവിത്രിയമ്മയെ കാണുമ്പോൾ തന്നെ നമ്മുടെ ജയന്തി ഓടിക്കൊണ്ട് ചെല്ലുകയാണ്. അപ്പച്ചി ഇപ്പോഴേണോ എത്തുന്നത്? അപ്പച്ചി രാവിലെ വരുമെന്നും പറഞ്ഞ് ഞാൻ അപ്പച്ചിയും പ്രതീക്ഷിച്ചിരിക്കുകയല്ലായിരുന്നു. എന്താ അപ്പച്ചി ഇത്ര താമസിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാവിത്രിയമ്മായി പറയാണ്, ജയന്തി
എങ്ങനെ വരാനാ മോളെ, വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ? പിന്നീട് വണ്ടി കിട്ടിയപ്പോഴത്തേക്കൊക്കെ ഈ സമയമായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അഞ്ജുവിനെ കൊണ്ടുവരാഞ്ഞത് എന്താ അപ്പച്ചി? അഞ്ജുവിനെയോ? ഞാൻ അഞ്ജുവിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതേ നിൻ്റെ മാമനാ പറഞ്ഞത്, എല്ലാവരും കൂടി വീടും പൂട്ടിക്കെട്ടി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും വേണ്ടേ എന്ന് ചോദിച്ചു, അതുകൊണ്ടാണ് അഞ്ജു വരാതിരുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ശങ്കരൻ മാമൻ. കാരണം പുള്ളിക്കാരൻ അറിഞ്ഞ കാര്യമേ അല്ലല്ലോ ഈ പറയുന്നത്, ജയന്തി പറയുന്നത്. സോറി, ജയന്തിയല്ല, നമ്മുടെ സാവിത്രി അമ്മായി പറയുന്നത്. പുള്ളി അഞ്ജുവിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരുപാട് നിർബന്ധം പിടിച്ചതാണ്. പക്ഷേ സാവിത്രി അമ്മായി ഒന്നിനും സമ്മതിച്ചില്ല. എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ശങ്കരമാവൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ സാവിത്രി അമ്മായി. അങ്ങനെ സാവിത്രി അമ്മായി ചോദിക്കുകയാണ്, അല്ല ദേവി വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അവള് വലിയ കൊച്ചമ്മയല്ലേ, അവൾക്ക് വരാൻ സമയം കിട്ടുമോ, അവൾക്ക് കൃഷ്ണ സ്റ്റോഴ്സ് മുതലാളിയുടെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കുത്തുവാക്കുകളൊക്കെ പറയുകയാണ് നമ്മുടെ ജയന്തി. അപ്പോൾ നമ്മുടെ സാവിത്രി അമ്മായി അത് കൂട്ടുപിടിക്കുകയാണ്. സാവിത്രിമായി പറയാണ്, അല്ലെങ്കിൽ തന്നെ ദേവിക്ക് ഈ അമ്പഴത്തറയെന്ന് ഇവിടെ വരുന്നതിന് എത്ര ദൂരമാണുള്ളത്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സാവിത്രിയമ്മായി. അങ്ങനെ അവരെല്ലാവരും കൂടി അകത്തേക്ക് ചെല്ലുകയാണ്. അതേ സമയത്ത് നമ്മുടെ അഞ്ജു മുറിയിലാണ്. വീട്ടിലെ മുറിയിൽ ഇങ്ങനെ ഹരിയുടെ സെൽഫോൺ എടുത്തിട്ട് ഹരിയുടെ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഞ്ജു. എന്നിട്ട് നോക്കിയിട്ട് പറയണം, എന്നാലും എൻ്റെ ഹരിയേട്ടനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ ഹരിയേട്ടാ ഞാൻ ഇത്രയും ദൂരം ഓടിക്കിതച്ച് അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് ഹരിയേട്ടൻ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തത് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹരിയേട്ടനെ ഇനി എന്നാ ഞാൻ തനിച്ചെന്ന് കാണുക? ഹരിയേട്ടനെ കാണാൻ വേണ്ടിയിട്ടും ഹരിയേട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ മുതുക്ക് സാരി എടുത്ത് വാരി ചുറ്റിക്കൊണ്ട് വന്നത്. എന്നിട്ട് ഹരിയേട്ടൻ എന്നെ ഒന്ന് മൈൻഡ് ചെയ്തത് പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഞ്ജു പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അഞ്ജുവിൻ്റെ കൂട്ടുകാരി നാൻസി കയറി വരികയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നാൻസിയെ നമ്മുടെ അഞ്ജു കാണുന്നില്ല. അപ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് നേരം നിന്ന് അഞ്ജുവിൻ്റെ വർത്തമാനമൊക്കെ നമ്മുടെ നാൻസി കേട്ടോണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം നാൻസി ചോദിക്കുകയാണ്, ഹലോ അഞ്ജു എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഇങ്ങനെ താൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലുണ്ടല്ലോ തന്നെ ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഏതെങ്കിലും കള്ളന്മാർ വന്ന് എടുത്തിട്ട് പോയാലും നീ അറിയില്ലല്ലോ അഞ്ജു എന്നിങ്ങനെ പറയുന്നത്. നാൻസി നീ ആയിരുന്നോ? എന്താ അണിഞ്ഞൊരുങ്ങി കെട്ടി നീ ഇന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പോയില്ലേ? അമ്മ കൊണ്ടുപോയില്ല നാൻസി. അമ്മ കൊണ്ടുപോകാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ കഷ്ടപ്പെട്ട് ഓടിക്കിതച്ച് സാന്ത്വനത്തിലേക്ക് ചെന്നത്. അവിടെ ചെന്നപ്പോൾ വല്യേട്ടനും എന്നെ കൊണ്ടുപോയില്ല. പിന്നെ അപ്പോൾ ഹരിയേട്ടൻ എന്താ ചോദിച്ചത്? ഹരിയേട്ടൻ എന്നെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്തില്ല. അപ്പോൾ നിന്നോട് ഇഷ്ടമൊന്നും ഉണ്ടായിരിക്കില്ല ഹരിയേട്ടന്. എന്നോട് ഇഷ്ടമൊക്കെയാണ്, അതെനിക്കറിയാടി. പക്ഷേ അപ്പച്ചിയെ പേടിച്ചിട്ടാ ഹരിയേട്ടൻ എന്നെ മൈൻഡ് ചെയ്യാഞ്ഞത്. അല്ലെങ്കിൽ ഹരിയേട്ടൻ എന്നെ ഇഷ്ടമാണ്, എൻ്റെ മുറച്ചെറുക്കനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അഞ്ജു. അപ്പോൾ ആ സമയത്ത് നാൻസി പറയണ്, അതൊന്നും അല്ല കാര്യം, പുള്ളിയുടെ മനസ്സിൽ വേറെ ആരെങ്കിലും കാണും, വേറെ ഏതെങ്കിലും ലൈൻ ഉണ്ടാവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ അഞ്ജു പറയണേ, നിന്നെ ഞാൻ കൊല്ലും ആവശ്യമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ. ഹരിയേട്ടൻ അത്തരക്കാരനൊന്നും അല്ല. എന്താടി നിനക്ക് വല്ല നോട്ടമുണ്ടോ? ഞാൻ നോക്കിയേനെ, പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഹരിയേട്ടൻ മാമോദീസ വെള്ളം മുങ്ങേണ്ടി വരില്ലേ, അതുകൊണ്ട് ഞാനങ്ങ് വിട്ടു എന്നിങ്ങനെ പറയുകയാണ് നാൻസി. നോക്കിക്കോടി ദുഷ്ടത്തി, നീ ഇങ്ങനെയാണോ പറഞ്ഞത്? നോക്കിക്കോ, നിനക്ക് ഞാൻ പകരം തരുന്നുണ്ട്. എൻ്റെ ഹരിയേട്ടൻ്റെയും കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന സമയത്തുണ്ടല്ലോ നിൻ്റെ അടുത്ത് വന്നിട്ട് നിൻ്റെ മൂക്കിടിച്ച് പരത്തും എന്നിങ്ങനെ പറയുകയാണ് അഞ്ജു. അപ്പോൾ നമ്മുടെ അഞ്ജുവിനോട് നാൻസി ചോദിക്കണം, അല്ല നിനക്ക് പോവണ്ടേ ഇനി? അതേ നീ പോകുന്നില്ല എന്ന് വെച്ചോ എന്നിങ്ങനെ ചോദിക്കണം. പോകണം എന്നുണ്ടടി, പക്ഷെ ഞാൻ എങ്ങനെ പോകാനാണ്? അവിടെ ചെന്നപ്പോൾ അവരാരും എന്നെ കൊണ്ടുപോയില്ല. എടി ബസ്സിൽ പോടി നീ. അത് ഐഡിയ, ഞാനെനിക്ക് ബസ്സിൽ പോവാം. നാൻസി ഒരു കാര്യം ചെയ്യൂ, നീ അടുക്കള വാതിലൊന്ന് കുറ്റിയിട്ടേക്കോ, ഞാൻ വണ്ടിച്ചെലവിനുള്ള പൈസ എടുത്തിട്ട് വരട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നാൻസി ഓക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അതേ സമയത്ത് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ പിറന്നാൾ വീട്ടിലാണെങ്കിൽ ആകെ വെപ്രാളവും പരവേശത്തിൽ നമ്മുടെ സേതു നടക്കുകയാണ്. സേതുവിനെ എരിപിരി കയറ്റാനായിട്ട് നമ്മുടെ ജയന്തിയും പിന്നാലെ ഉണ്ട്. ജയന്തിയെ പരമാവധി നല്ല വഴക്കൊക്കെ കൊടുത്ത് നമ്മുടെ സേതു ഓടിക്കുന്നുണ്ട്. എന്നാലും കുറേ കഴിയുമ്പോൾ ജയന്തി ചങ്കരം തെങ്ങി തന്നെ വീണ്ടും നമ്മുടെ സേതുവിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. അതേസമയത്ത് സാവിത്രി അമ്മായിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ജയന്തി. അപ്പോൾ ആ സമയത്ത് സാവിത്രി അമ്മായി പറയണേ, എൻ്റെ ജയന്തി നിൻ്റെ വാക്കിന് ഇവിടെ പുല്ല് വിലയില്ലല്ലോ ജയന്തി. നേരെ
മറിച്ച് നീയാണ് സാന്ത്വനത്തിലേക്ക് ഇങ്ങനെ ഒരു ചടങ്ങിനായിട്ട് ചെല്ലാനായിട്ട് തുടങ്ങിയെന്ന് വെച്ചോ. നീ ചെല്ലാൻ താമസിക്കുന്നതനുസരിച്ച് അവരാരെങ്കിലും വെയിറ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. അവർ എന്ത് ചടങ്ങാണ് നടത്തുന്നതെന്ന് വെച്ചാൽ ആ ചടങ്ങ് അവിടെ നടന്നിരിക്കും. അതിന് കേക്ക് കട്ടിങ് ആയാലും മറ്റേത് ചടങ്ങായാലും. അല്ലാതെ നിങ്ങളെ എന്നും കാത്ത് അവരാരും വെയിറ്റ് ചെയ്യില്ല. പിന്നെ എന്തിനാ നിങ്ങൾ അവരെ കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ദേ ജയന്തി, നമ്മൾ സാന്ത്വനത്തിൽ ചെന്നാലുണ്ടല്ലോ, അവിടെ അവൾ അനിയന്മാരെല്ലാവരും കൂടി ചേർന്ന് അവളെയല്ലേ വലിയ അമ്മച്ചിയാക്കി തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അവളുടെ ഗർവും ജാടയൊക്കെ ഒന്ന് കാണണം. അതുകൊണ്ടേ അവിടെ അവളാണ് ഹീറോ എങ്കിൽ ഇവിടെയും അവളങ്ങനെ ഹീറോ ആകണ്ട. ഇവിടെ നീയാണ് ഈ വീട്ടിൽ കെട്ടിക്കേറി വന്ന പെണ്ണ്. ഈ വീട്ടിൽ നീ പറയുന്നതായിരിക്കണം നടക്കേണ്ടത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, ഇന്ന് അവൾ വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ കേക്ക് കട്ടിങ് നടക്കണം. അത് നടത്തുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്വമാണ്, നിന്റെ ചുണയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജയന്തി പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാ അപ്പച്ചി, ഞാൻ പരമാവധി എല്ലാവരുടെ അടുത്തും പറഞ്ഞു നോക്കി, പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ ജയന്തി, നീ ഒരു കാര്യം ചെയ്യ്, നീ ആ കേക്ക് എടുത്തുകൊണ്ട് പോയി അവിടെ ടീപ്പോടെ പുറത്ത് കൊണ്ടുവയ്ക്കുക. അയ്യോ, അത് സേതുവേട്ടൻ വഴക്ക് പറയും. പിന്നെ സേതുവിനോട് പോയി പണി നോക്കാൻ പറ. നീ പറയുന്നത് പോലെ ചെയ്യ് ജയന്തി. കേക്ക് എടുത്ത് അവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ആളുകൾ ചുറ്റും കൂടും. അപ്പോൾ പിന്നെ കട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ദേവി വരുന്നതിന് മുമ്പ് കേക്ക് കട്ട് ചെയ്യണം. അതടി നിൻ്റെ മിടുക്ക്. അങ്ങനെ അവളിപ്പോൾ നല്ല പിള്ളയാവണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ ജയന്തിയുടെ അമ്മ ഇന്ദിര പറയണ, അത്രയ്ക്കൊക്കെ വേണോ സാവിത്രി? പിന്നെ അല്ലാതെ ചേച്ചി ഒന്നും മിണ്ടാതിരി എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ ജയന്തി കേക്ക് എടുത്തിട്ട് ടീപ്പോടെ പുറത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അങ്ങോട്ട് ചെല്ലുകയാണ് നമ്മുടെ സുഭദ്രാമ്മച്ചി. അപ്പോൾ സുഭദ്രാമ്മച്ചി പറയാണ്, എന്തിനാ ജയന്തി നീ ഇപ്പോൾ കേക്ക് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചത്? കട്ട് ചെയ്യാൻ ഇത്രയും ജനങ്ങൾ ഈ കേക്ക് കട്ട് ചെയ്യുന്നതിനെ കാത്ത് വെയിറ്റ് ചെയ്യുകയല്ലേ, പിന്നെ എന്തിനാ ഇത് വെച്ച് താമസിപ്പിക്കുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ആ സമയത്ത് സാവിത്രിയമ്മായി പറയണം, ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ളവരെല്ലാവരും നേരത്തെ കൂട്ടി ഇവിടെ വന്നിട്ടുണ്ടല്ലോ. താല്പര്യമുള്ളവരല്ലേ ഈ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് കേക്ക് കട്ടി. പിന്നെ താല്പര്യക്കുറവുള്ളവരൊക്കെ പെല്ല വന്നോളും. അത് വരുമ്പോൾ വരട്ടെ, വന്നതിന് ശേഷം അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നിങ്ങനെ പറയുന്ന സാവിത്രി അമ്മായി. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുഭദ്രാമ്മച്ചിക്ക് നല്ല വിഷമമാവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ അഞ്ജുവിൻ്റെ ഫ്രണ്ട് നാൻസിയും കൂടി റോഡ് സൈഡിൽ ബസ് കാത്ത് നിൽക്കുകയാണ്. പക്ഷെ ബസ്സുകളൊന്നും വരുന്നില്ല. അപ്പോൾ അഞ്ജു ആകെ വിഷമത്തിലാവുകയാണ്. അഞ്ജു പറയാണ്, എടി ഞാൻ അങ്ങ് എത്തുന്നതിന് മുമ്പായിട്ട് ഹരിയേട്ടനൊക്കെ തിരിച്ചു പോകുമെന്തോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹരിയേട്ടനെ കാണാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ആകെ ഹരിയേട്ടനെ കണ്ടോളാൻ വയ്യാഞ്ഞിട്ടാണ് പോകുന്നത്. അത് മാത്രമല്ല, നീ ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഹരിയേട്ടനോടൊന്ന് സംസാരിക്കണമെന്നൊരു ആഗ്രഹം. ഇനി ഹരിയേട്ടൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പം നാൻസി പറയണേ, എടി അതൊക്കെ അങ്ങ് വിട്ടേരാം, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എന്തായാലും ബസ് ഇപ്പോഴൊന്നും വരുന്ന ലക്ഷണമില്ല. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഒരു കസിനുണ്ട്, പുള്ളി ടാക്സി കാർ ഓടിക്കുന്ന ആളാണ്. പുള്ളിക്കാരൻ്റെ നമ്പറിൽ വിളിച്ചു തരട്ടെ, നിനക്ക് അടിച്ച് പൊളിച്ച് ജോളിയായിട്ട് പോവാടി എന്നിങ്ങനെ പറയണം. അപ്പോൾ അഞ്ജു പറയണം, അത് ശരി, പക്ഷേ കാശ് കൊടുക്കേണ്ടി വരില്ലേടി? പിന്നെ കാശ് കൊടുക്കാതെ പച്ചവെള്ളം ഒഴിച്ച വണ്ടി ഓടോ? എൻ്റെ കയ്യിൽ കാശില്ല, നീ കൊടുക്കൂ. പിന്നെ എനിക്ക് വലിയ അത്യാവശ്യമല്ലേ നിനക്ക് പൈസയും കൊടുത്തിട്ട് ഞാൻ നിന്നെ പറഞ്ഞ് വിടാൻ. എങ്കിൽ വേണ്ട, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആരെങ്കിലും വരുമ്പോൾ ലിഫ്റ്റ് ചോദിച്ച് മോളെ എന്നിങ്ങനെ പറയുകയാണ്. അതൊരു ഐഡിയ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് വരികയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നാൻസി പറയണേ, ദേ ഒരു ബൈക്ക് വരുന്നത്, കൈ കാണിക്കേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അഞ്ജു കൈ കാണിക്കുകയാണ്. അപ്പോൾ വണ്ടി കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, നമ്മുടെ ശിവനാണ് കേട്ടോ, ശിവനാണ്. അപ്പോൾ ശിവൻ ചോദിക്കണം, എന്തിനാണ് നീ കൈ കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയണ, ശിവൻ സുഭദ്രാമ്മച്ചിയുടെ പിറന്നാളിന് പോവുമല്ലേ, ആണെങ്കിൽ ഇപ്പം നിനക്കെന്താ വേണ്ടത്? എന്നെ കൂടെ കൊണ്ടുപോ ശിവ, നിന്നെ ഞാനെന്തിനാ കൊണ്ടുപോകുന്നത്? അതെ ശിവ, രാവിലെ അമ്മയൊക്കെ പോയപ്പോഴേ ഞാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു, അമ്മ എന്നെ കൊണ്ടുപോകാതെ പോയി ശിവ. പിന്നീട് ഞാൻ നേരെ സാന്ത്വനത്തിൽ വന്നു. അവിടെ വന്നപ്പോൾ അപ്പച്ചി എന്നെ കൊണ്ടുപോയില്ല. പിന്നെ ഞാനിവിടെ എത്ര നേരം കൊണ്ട് ബസ് കാത്ത് നിൽക്കുകയായിരുന്നെന്നറിയാമോ? ബസ്സൊന്നും ഇപ്പോൾ ഇല്ലെന്നാണ് തോന്നുന്നത്. ടാക്സി വിളിച്ച് പോകാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ഞാനൊരു പെൺകുട്ടിയല്ലേ ശിവ, എന്നെ പ്ലീസ് ശിവ, എന്നെ കൂടി ഒന്ന് കൊണ്ടുപോടാ എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ ശിവൻ ചോദിക്കുകയാണ്, നിന്നെ അങ്ങ് കൊണ്ടുപോയാലും മതി. നീ നിൻ്റെ പാട് നോക്കി പോവണേ.
എന്താ ശിവ എന്നോട് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളോട് പിണക്കമാണെന്ന് പറഞ്ഞ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്നോട് എന്തിനാ നിങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ വിരോധം വെച്ച് പെരുമാറുന്നത്? എടി, എനിക്ക് നിന്നോട് വിരോധം വെച്ച് പെരുമാറേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നീ ആദ്യം പഠിക്കേണ്ടതേ കുറച്ച് വകതിരിവാണ്. ഒന്നുമില്ലേലും നിന്നേക്കാളും 2-3 വയസ്സ് മൂത്തയാളല്ലേ ഞാൻ. നീ എന്നിട്ട് ആ ഒരു ബഹുമാനം തരുന്നുണ്ടോ? നീ എത്ര നാണമില്ലാതെയാണ് എൻ്റെ മുഖത്ത് നോക്കി ശിവ ശിവ എന്ന് വിളിച്ച് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള നിന്നെ ഞാനെന്തിനാ കൊണ്ടുപോകുന്നത്? അയ്യോ അയ്യോ, അത് ഞാൻ ഓർത്തില്ലടാ. അയ്യോ അയ്യോ സോറി. ഇനി മേലെ ഞാൻ ശിവ എന്ന് വിളിക്കില്ല, ശിവേട്ടാന്നേ വിളിക്കുള്ളൂ. ശിവേട്ടാ പ്ലീസ് ശിവേട്ടാ. നീ അങ്ങനെ എന്നെ ഇപ്പോൾ ഏട്ടാന്നൊന്നും വിളിക്കണ്ട. നീ എന്നെ ഏട്ടാന്നൊന്നും വിളിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. വകതിരിവ് ലേശം വേണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് വിളിച്ചതന്നേ ഉള്ളൂ. പ്ലീസ് ശിവേട്ടാ, എന്നെ കൂടെ കൊണ്ടുപോകും ശിവേട്ടാ. ഞാനൊന്ന് കെഞ്ചയല്ലേ ശിവേട്ടാ എന്നൊക്കെ പറയുമ്പോൾ ശിവൻ പറയണം, ആ മതി മതി മതി, നീ ഇനി കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട. ദേ വാ അടച്ച് മിണ്ടാണ്ട് കയറിയിരുന്നോളണം, കയറിയിരുന്നോ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ അഞ്ജു പുറത്ത് അഞ്ജു ഇങ്ങനെ കയറിയിരിക്കുകയാണ്, നമ്മുടെ ശിവൻ്റെ ബാക്കിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ശിവൻ അഞ്ജുവിനെയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ പിറന്നാൾ വീട്ടിലാണെങ്കിൽ ആകെ തിക്കും തിരക്കുമായിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും നോക്കുന്ന ഒരേ ഒരു കണ്ണുകളാണ്. നമ്മുടെ ദേവിയും അതുപോലെ നമ്മുടെ ബാലനും വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുകയാണ്. എന്നാൽ നമ്മുടെ സാവിത്രിയമ്മായി ഇങ്ങനെ ആകെ നമ്മുടെ ജയന്തിക്ക് പിരികേറ്റി ഇങ്ങനെ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ സമയത്താണ് നമ്മുടെ കുഞ്ഞ് വന്നിട്ട്, അതായത് നമ്മുടെ ശങ്കരമാമ വന്നിട്ട്, നമ്മുടെ ശങ്കരമാമ വന്നിട്ട് നമ്മളുടെ സേതുവിൻ്റെ സോറി പേര് മറന്നുപോയി പെട്ടെന്ന്, വന്നിട്ട് നേരെ സേതുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, സേതു എന്താ സേതു ബാലനെയൊന്നും കാണാത്തത്? ഇത് കുറേ നേരം ആയല്ലോ, ആളുകളൊക്കെ മുഷിഞ്ഞിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സേതു പറയുകയാണ്, ഇപ്പം വരും, പെട്ടെന്ന് വരും എന്ന് ഞാൻ ബാലനെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന നമ്മുടെ സേതുവിൻ്റെയും ജയന്തിയുടെയും മകനാണ്, ഒരേ ഒരു കുഞ്ഞാണ്. കുഞ്ഞ് വന്നിട്ട് പറയണം, അച്ഛാ കേക്ക് ഇപ്പോഴൊന്നും കട്ട് ചെയ്യില്ലേ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇപ്പം കട്ട് ചെയ്യും മോനെ, ഇപ്പോൾ അപ്പച്ചി വന്നാൽ ഉടനെ കട്ട് ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അതേസമയത്ത് സാവിത്രിയമ്മായി ഇങ്ങനെ നമ്മുടെ ജയന്തിക്ക് ഏഷണിയൊക്കെ കയറ്റിക്കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ ഈ സാന്ത്വനം സീരിയലിൻ്റെ 3ാമത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം നൽകുന്നത്. അതുപോലെ തന്നെ ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഉടനെ വരാം. സാന്ത്വനം 4ാം ഭാഗത്തിൻ്റെ വീഡിയോയുമായിട്ടും ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.